ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഞാനിപ്പം മീൻ കറി വെക്കുമ്പോൾ, ചിക്കൻ കറി വെക്കുമ്പോൾ, മുട്ടക്കറി വെക്കുമ്പോൾ ഒക്കെ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. കാരണം നല്ല കൊഴുപ്പ് കിട്ടും. അതായത് നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ ഈ വഴറ്റി കഴിയുമ്പോൾ അത് ഒന്ന് മിക്സിയിൽ ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും. കണ്ടോ? അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മസാലകളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിന് ശേഷം നമ്മളുടെ അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കും. കാരണം പച്ചമണം ഒട്ടും വരരുത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. കൂടുതൽ ഗ്രേവി വേണേൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും. വെള്ളം ഒഴിക്കുമ്പം കൊഴുപ്പ് കിട്ടത്തില്ല, ടേസ്റ്റും പോകും. ഇതാകുമ്പോൾ നല്ല കൊഴുപ്പും കിട്ടും, ടേസ്റ്റും വരും. പിന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടി കോളിഫ്ലവറും വെണ്ടയ്ക്കായും ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ കറി വെക്കുമ്പോൾ. ഗ്രീൻ പീസും കൂടെ ഇട്ടാലും നല്ലതാണ്. നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് കിട്ടും, അതോടെ ഇട്ടാലും നല്ലതാണ്. കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയൊക്കെ കിട്ടുമല്ലോ. അതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ പുഴുങ്ങി വെച്ച മുട്ടയെ എടുത്തിടും. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ എല്ലാം ഒന്ന് പിടിക്കും, മസാലകളൊക്കെ കറിയിലൊന്ന് പിടിക്കും. അതിന് ശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇടണം. പുഴുങ്ങിയ കോളിഫ്ലവർ, പുഴുങ്ങിയ വെണ്ടയ്ക്ക അങ്ങനെ പുഴുങ്ങണ്ട, ഒന്ന് വാട്ടിയെടുത്തത്. ഓക്കെ, സൂപ്പർ മുട്ടക്കറി കേട്ടോ.